സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ടോപ്പിക്കായ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ് എന്ന കാര്യമാണ്. ഇത് നമ്മൾ പഠിച്ചത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന +1 സയൻസിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം. +1 ഫിസിക്സിൽ പഠിച്ച കാര്യമാണിത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നത് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സോളിഡ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ഈ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിലെ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു സോളിഡ് ആണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോളിഡ്സ് ഒരു സോളിഡ് ഞാൻ വരച്ചു, പാർട്ടിക്കിൾസ് എല്ലാം ഉള്ള ഒരു സോളിഡ് ആണ്. ഈ പാർട്ടിക്കിൾ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, വോളിയം ഉണ്ട്. ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, വോളിയം ഉണ്ട്. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആകട്ടെ, ദേ ആർ ക്ലോസ്ലി പാക്ഡ്. ദ പാർട്ടിക്കിൾസ് ആർ എന്തോന്ന്? ക്ലോസ്ലി പാക്ഡ്. അടുത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെരി ഹൈ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെരി ഹൈ. മറ്റൊരു കാര്യം, ഇന്റർമോളിക്യുലാർ ഡിസ്റ്റൻസ്. Intermolecular distance is very low or very low, and their main point, they are incompressible. എന്ത് പറയാം? Incompressible. അപ്പോൾ ഒരു സോളിഡ് എന്താണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ് ഷേപ്പുള്ള, സൈസുള്ള, വോളിയമുള്ള സ്ട്രക്ചേഴ്സ് ആണ് അവയുടെ മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെരി ഹൈ ആണ്. മാത്രമല്ല ഇന്റർമോളിക്യുലാർ ഡിസ്റ്റൻസ് വളരെ ലോ ആണ്. ദേ ആർ ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ സോളിഡുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മാറ്റർ. എന്താണെന്ന് അറിയാതെ ഒരു മാറ്റർ എന്ന് പറയാം. മാറ്റർ ആണ് സോളിഡ്. സോ മാറ്ററിനെ നമ്മൾ പ്രധാനമായും പഠിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് ആണ്. അപ്പോൾ സോളിഡ്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാഠമാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അടുത്ത് ലിക്വിഡ്സിനെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കും, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് കഴിഞ്ഞ് ഗ്യാസസിനെ പറ്റി പഠിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ പഠിക്കും നമ്മൾ, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും. അപ്പോൾ പ്രധാനമായി നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ 3 പാഠങ്ങൾ അല്ലെങ്കിൽ 4 പാഠങ്ങളായാണ് +1 നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യം സോളിഡ്സിനെ പറ്റി പഠിക്കും, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന പാഠത്തിൽ. ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കും, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന പാഠത്തിൽ. ഗ്യാസിനെ പറ്റി കൂടുതലായി പറയുന്ന 2 പാഠങ്ങളാണ്, ഒന്ന് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും മറ്റൊന്ന് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും. ഈ 4 പാഠങ്ങളാണ് നമുക്ക് +1 നമ്മുടെ ചുറ്റുമുള്ള മാറ്ററിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് മാറ്റർ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്കുപ്പൈസ് സ്പേസ്. എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്കുപ്പൈസ് സ്പേസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഉള്ള, സ്പേസ് ഓക്കുപ്പൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. മാറ്ററിൽ അടുത്ത് പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോളിഡ് എന്താണെന്ന് പറഞ്ഞു. സോളിഡ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, വോളിയം ഉണ്ട്. മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്. ടൈപ്പ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ലാസ്റ്റ് പറഞ്ഞ കാര്യം, ഇന്റർമോളിക്യുലാർ ഡിസ്റ്റൻസ് വെരി ലോ ആണ്. ദേ ആർ ഇൻകംപ്രസിബിൾ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിനെ അക്കോർഡിംഗ് ടു നമ്മൾ പറഞ്ഞനുസരിച്ച് ഇവ എന്ത് ചെയ്യാൻ സാധിക്കില്ല? എനിക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. സംശയം, ഒരു കംപ്രസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കി തരാം. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഒരു ബലൂണിനകത്ത് വായു നിറച്ചു, ഞാൻ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന വായു മോളിക്യൂൾസ് എല്ലാം അടുത്ത് വന്ന് അതെന്താവാറുണ്ട്? കംപ്രസ് ചെയ്യാറുണ്ട്. സോ സോളിഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസിബിൾ ആകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോളിഡ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2 രീതിയിൽ നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കണം. ഒന്ന്, സോളിഡ്സ് റിജിഡ് ആയിരിക്കുന്ന സാഹചര്യം. അപ്പോൾ റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഈ പറയുന്ന മോളിക്യൂൾസ് എല്ലാം തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഈ മോളിക്യൂളുകളൊന്നും തന്നെ അതിന്റെ പൊസിഷൻ മാറുന്നില്ല എങ്കിൽ എന്ത് പറയാം? റിജിഡ് സ്ട്രക്ചർ എന്ന് പറയാം. എന്ത് പറയാം? റിജിഡ് സ്ട്രക്ചർ. അപ്പോൾ റിജിഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ, ആ വസ്തു ഡീഫോമബിൾ എന്ന് പറയാം. സോളിഡ്സിനെ രണ്ടായി പറയാം, റിജിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഡീഫോമബിൾ എന്ന് പറയാം. റിജിഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഡീഫോമബിൾ എന്ന് പറയാം. സോ റിജിഡ് ആയിട്ടുള്ള സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ ലോഡ് അപ്ലൈ ചെയ്ത് ലോഡ് തിരിച്ചെടുത്ത് കഴിഞ്ഞാലും അതിലെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന് യാതൊരു ചേഞ്ചും ഉണ്ടാകില്ല. പക്ഷെ ഡീഫോമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when I apply a load there will be changes. അതിനെന്ത് പറയാം? ഡീഫോമബിൾ എന്ന് പറയാം. സോ നമ്മൾ ഈ പാഠത്തിൽ നമ്മുടെ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീഫോമബിൾ ആയിട്ടുള്ള ബോഡീസിനെ പറ്റിയാണ്. ഒരു ബോഡിയിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ ബലം പ്രയോഗിക്കുമ്പോൾ അഥവാ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി ഡീഫോം ചെയ്യുന്നു എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രാഞ്ച് ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പറഞ്ഞതിന് മുമ്പ് ഞാൻ ആദ്യം എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു. മാറ്റർ എന്ന് പറഞ്ഞ എന്താണ്? വിച്ച് ഹാസ് മാസ്. അത് മാസ് ഉണ്ട്, സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊരു മാറ്റർ ആണ്. കാരണം എന്താ? എനിക്കൊരു മാസ് ഉണ്ട്, ഞാൻ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യാൻ എനിക്കൊരു സ്പേസിന്റെ ആവശ്യമുണ്ട്. എയർ എടുത്താലും എയറിന് മാസ് ഉണ്ട്, അത് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. സോ മാസ് ഉള്ള, സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന എല്ലാത്തിനെയും മാറ്റർ എന്ന് വിളിക്കാം. ആ മാറ്ററിനെ പ്രധാനമായി നമുക്ക് മൂന്നായി തരംതിരിക്കാം: സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. അതിലെ സോളിഡ്സ് ആണ് നമ്മുടെ വിഷയം. സോളിഡ്സ് എന്താണ്? സോളിഡ്സ് എന്താണെന്ന് മനസ്സിലായി? ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള, സൈസ് ഉള്ള, വോളിയം ഉള്ളവ, മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആക്കിയവ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ ഹൈ ആയിട്ടുള്ളവ, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ ലോ ആയിട്ടുള്ളവ, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ളവ, അവയാണ് എന്ത്? സോളിഡ്സ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വരണം. ഇനി സോളിഡ്സിനെ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പറയുമ്പോൾ ഡീഫോമബിൾ ആയിട്ടുള്ള സോളിഡ്സ് ആണ്. ഡീഫോമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സൈസ്, ഷേപ്പ്, ഡയമെൻഷൻസ് എല്ലാം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഞാനൊരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അഥവാ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ചേഞ്ച് ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീഫോമബിൾ ബോഡീസ്. സോ ഡീഫോമബിൾ ബോഡീസിനെ പറ്റിയുള്ള പഠനമാണ് എന്ത്? മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇനി റിജിഡ് ആയിട്ടുള്ള വസ്തുവിനെ പറ്റി നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ പഠിക്കും. നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. റിജിഡിനെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിജിഡ് ആയിട്ടുള്ള വസ്തുവിനെ പറ്റി നമ്മൾ വർക്ക് പവർ, എനർജി, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് തുടങ്ങിയ പാഠങ്ങളിലെല്ലാം പഠിച്ചത് റിജിഡ് ബോഡീസിനെ പറ്റിയാണ്. അതെല്ലാം മെക്കാനിക്സ് ആണ്. സോ ഡീഫോമബിൾ, ഒരു വസ്തുവിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ വസ്തു ഡീഫോം ചെയ്യുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമബിൾ ബോഡീസ്. ആ ഡീഫോമബിൾ ബോഡീസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ആ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതാണ് ഈ സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ മാറ്ററിൽ നിന്ന് തുടങ്ങി, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച മാസ് ഉള്ള, സ്പേസ് ഉള്ള മാറ്ററിൽ നിന്ന് തുടങ്ങി. സോളിഡ് എന്താണെന്ന് പറഞ്ഞു. സോളിഡ്സിൽ രണ്ട് തരത്തിൽ നമുക്ക് സോളിഡ്സ് പറയാം. റിജിഡ് ആണെന്നും പറയാം, ഡീഫോം. എന്താ റിജിഡ്? ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ലോഡ് പുറത്തെടുത്താലും അതിന്റെ ലോഡ് ഞാൻ അപ്ലൈ ചെയ്തു, റിലീസ് ചെയ്തു, അപ്പോഴും അതിന് യാതൊരു ചേഞ്ചും ഇല്ല എങ്കിൽ ദ ബോഡി ഈസ് റിജിഡ്. പക്ഷെ ഞാൻ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതിന് ചേഞ്ചസ് ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്ത്? ഡീഫോമബിൾ ബോഡീസ്. എന്ത് വിളിക്കാം? ഡീഫോമബിൾ ബോഡീസ് എന്ന് വിളിക്കാം. സോ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ എന്തിനെ പറ്റി പഠിക്കാൻ പോകുന്നു? ഡീഫോമബിൾ ബോഡീസിനെ പറ്റി പഠിക്കാൻ പോകുന്നു. അപ്പോൾ കുറച്ചും കൂടെ ആധികാരികമായി ഞാൻ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തിട്ടുണ്ടാവണം. സോളിഡ്സിന് എന്തുണ്ട്? ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്. അടുത്ത് പറഞ്ഞ കാര്യം എന്താ? ഇത് നമ്മൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോളിഡ് സ്റ്റേറ്റ് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. +2 കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റ് എന്നൊരു പാഠം പഠിക്കാനുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സും. അപ്പോൾ അതിൽ പറയുന്ന കാര്യമാണ് ഈ പറയുന്ന സോളിഡ്സിനെ നമുക്ക് ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഞാൻ ചെറിയ ഒരു കാര്യം പറയാം. കൂടുതൽ ഡെപ്തിലേക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയോ അമോർഫസ് സോളിഡ്സിനെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയോ ചെയ്യുന്നില്ല. ചെറിയൊരു ഐഡിയ തരാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനും അമോർഫസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് അവയുടെ റേഞ്ച് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനടിസ്ഥാനത്തിലാണ്? റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈനിന് ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫസിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. എന്താണ് അപ്പോൾ റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, രണ്ട് വാക്കുകളുണ്ടല്ലേ, റേഞ്ച്, ഓർഡർ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കല്ലെറിയുകയാണ്, കല്ലെടുത്തെറിഞ്ഞു, എത്ര ദൂരം സഞ്ചരിച്ചു അത് നമ്മൾ ഫിസിക്സിൽ പരാബോള പറഞ്ഞ് സംബന്ധിച്ചു.
പരാബോള പറയുമ്പോൾ പറയാനുള്ള കാര്യമാണ്, അത് ട്രാവൽ ചെയ്ത മാക്സിമം ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്ത്? റേഞ്ച്. സോ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഓർഡർ അറേഞ്ച്മെന്റ് ഓർഡർലി ആണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് വിളിക്കാം. സോ ഞാൻ ഒരു ലോങ് റേഞ്ച് പറഞ്ഞു, അവിടെയുള്ള മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിലെല്ലാം റെഗുലർ ആണെങ്കിൽ എന്ത് വിളിക്കാം? ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാം. ലോങ് റേഞ്ച് ഓർഡർ ഉള്ള സോളിഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. കുറച്ചുകൂടി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടാളക്കാർ മാർച്ച് ചെയ്തു പോകുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, ഒരു പട്ടാളക്കാർ മാർച്ച് ചെയ്തു പോകുന്ന പറഞ്ഞാൽ അവരെല്ലാം റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിലാണ്, റെഗുലർ ആയി തന്നെ പോകുന്നവരായിരിക്കും അല്ലെ? നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും? എന്താ, അവർ മാർച്ച് ചെയ്യുമ്പോൾ ഓരോ മോളിക്യൂൾസ് ഒരു തുടക്കം മുതൽ അവസാനം വരെ എടുത്താലും അവയുടെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? രണ്ട് പട്ടാളക്കാർ തമ്മിലുള്ള അകലം എല്ലാം കൃത്യമായിരിക്കും. അതോ ലോങ് റേഞ്ച് ഓർഡർ ആണ്. സോ അങ്ങനെ കാണിക്കുന്ന മോളിക്യൂൾസും ഉണ്ട്. അവയെ എന്ത് പറയാം? എനിക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയാം. ഇനി അമോർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്കൂൾ വിട്ട് പുറത്ത് പോകുന്ന സാധ്യത ആലോചിച്ച് നോക്കുക. ഒരു ഗ്യാങ് കാണും, ഒരു 3 പേരുടെ കൂട്ടം, ഒരു 4 പേരുടെ കൂട്ടം, 5 പേരെ കൂട്ടം. അപ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് പോസിബിൾ ആയുള്ളൂ. അതിനെ വിളിക്കുന്ന പേരെന്ത്? ഷോർട്ട് റേഞ്ച് ഓർഡർ. സോ സോളിഡ്സിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ ആർക്ക്? ക്രിസ്റ്റലൈൻ. ഷോർട്ട് റേഞ്ച് ഓർഡർ ആർക്ക്? അമോർഫസ്. കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. +2 കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠമാണത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും ആ സമയത്ത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. അമോർഫസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡെഫിനിറ്റ് ഷേപ്പ് എന്നാണ് എൻ്റെ മീനിങ്. നമ്മുടെ ഗ്ലാസ്, റബ്ബർ, അതെല്ലാം എന്തിൽ ഉൾപ്പെടുത്താം? അമോർഫസിൽ ഉൾപ്പെടുത്താം. ഇനി ക്രിസ്റ്റലിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. മോളിക്കുലാർ സോളിഡ്സ് എന്നും കോവാലന്റ് സോളിഡ്സ് എന്നും, കോവാലന്റ് സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ് വീണ്ടും അവയെ എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ +1 അല്ലെങ്കിൽ +2 കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഉള്ളവയാണ്. അവയെ പ്രധാനമായും 2ആയി ക്ലാസിഫൈ ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? റേഞ്ച് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം എന്ന് പറയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാമിന്റെ m, മീറ്റർ ക്യൂബിന്റെ L, ml⁻³ ദാറ്റ്സ് എ ഡയമെൻഷൻ. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം? മാസ് ബൈ വോളിയം ആണെന്ന് പറയാം. സോ മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡയമെൻഷൻ എന്താ? ml⁻³. ഈ പറഞ്ഞ കാര്യം ഞാൻ പറയാനുള്ള കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡയമെൻഷൻ ഈക്വൽ ആയവ, ഡയമെൻഷൻ ഡിഫറെന്റ് ആയവ, ഇവ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? സോളിഡ്സിന്റെ ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ട്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടിയ ഡെൻസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ സമയത്ത് എങ്ങനെയാ പറയുന്നത്? ഒരു തീപ്പെട്ടി കൂട് എടുക്കും. ഒരു തീപ്പെട്ടിക്കൂടിനകത്ത് ഞാൻ ആ തീപ്പെട്ടിക്കൂടിനകത്ത് അകത്ത് നിറച്ച് മരപ്പൊടി നിറയ്ക്കാൻ പറയും. അതുപോലെ തന്നെ തീപ്പെട്ടിക്കൂടിനകത്ത് നിറച്ച് ഇരുമ്പ് തിരി നിറയ്ക്കാൻ പറയും. ഈ 2 സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതിനായിരിക്കും മാസ് കൂടുതൽ? സംശയമില്ലാതെ പറയാം, ഏതിലാണോ ഇരുമ്പ് തിരി നിറച്ചത് അതിന് എന്ത് കൂടുതലായിരിക്കും? മാസ് കൂടുതലായിരിക്കും. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഏതിനാണ് മാസ് കൂടുതൽ? കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഇനി ഡെൻസിറ്റി പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു അഡീഷണൽ നോളേജ് ആണ്. സ്പെസിഫിക് ഡെൻസിറ്റി എന്ന് പറയും. ഓർ സ്പെസിഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം എന്നും പറയാം. സ്പെസിഫിക് വോളിയം, ഒരു വോളിയം ബൈ മാസിനെ വിളിക്കുന്ന പേരാണെന്ന് സ്പെസിഫിക് വോളിയം എന്ന് പറയാം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് മാസിന് എത്ര വോളിയം വരുന്നത്? 1 കിലോഗ്രാം ഞാൻ ഐസ് എടുത്തു, 1 കിലോഗ്രാം പഞ്ചസാര എടുത്തു. ഇതിന് ഏതിനായിരിക്കും വോളിയം കൂടുതൽ എടുക്കുക? അതിനെ വിളിക്കുന്ന പേര് എന്താ? സ്പെസിഫിക് വോളിയം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സ്പെസിഫിക് വോളിയം, 1 ഡെൻസിറ്റി. സോ യൂണിറ്റ് എങ്ങനെ വരാം? മീറ്റർ ക്യൂബ് kg/(-1). സോ ഡയമെൻഷൻ എന്ത് വരാം? L³ m⁻⁻1. ദീസ് ആർ അഡീഷണൽ നോളേജസ്. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡെൻസിറ്റി പറയുമ്പോൾ അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യമാണ് സ്പെസിഫിക് വോളിയം. ഒരു യൂണിറ്റ് മാസിന് എന്തുമാത്രം വോളിയം ഉണ്ട്? അതിനെ വിളിക്കുന്ന പേരെന്താ? സ്പെസിഫിക് വോളിയം. അപ്പോൾ ഡെൻസിറ്റി എന്താണെന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം,
സോളിഡ്സിനാണോ ലിക്വിഡ്സിനാണോ ഡെൻസിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം സോളിഡ്സിന് എന്ത് കൂടുതലായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. എന്തായിരിക്കും? സോളിഡ്സിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ആ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ഉള്ള ഒരു മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കമുള്ള ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കിലോഗ്രാം വെള്ളം കൊള്ളും എന്ന് വെച്ചാൽ എത്രയാ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അറിഞ്ഞിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനം എന്തിനു കൂടുതലാണ്? സോളിഡ്സിന് കൂടുതലാണ്. അഡീഷണൽ ആയി പറയുന്ന കാര്യങ്ങളെല്ലാം സൈഡിൽ തന്നെ എഴുതി വെക്കുക, നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും. ഇനി അടുത്ത് പറയുന്ന കാര്യം, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ് ആണ്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഷേപ്പും സൈസും പറഞ്ഞു, ബാക്കി കുറെ അധികം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, എല്ലാം കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് തന്നെ പോകണം. ഒരു തവണ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്ന കാര്യം എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ്. എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് ദേ ആർ നോട്ട് പെർഫെക്റ്റ്ലി റിജിഡ്. ഞാൻ പറഞ്ഞു എന്താണ് റിജിഡ് എന്ന്. ഞാൻ പറഞ്ഞു ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഷേപ്പിന് യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ അത് എന്താണെന്ന് പറയാം? റിജിഡ് ബോഡി എന്ന് പറയാം. അപ്പോൾ റിജിഡ് ബോഡി ജനറലി പറയുന്നത് എന്താ? എൻ ഒബ്ജക്റ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ് സൈസ് ഉള്ളവയെ എന്ത് എന്ന് പറയാം? റിജിഡ് എന്ന് പറയാം. പക്ഷേ ഒരിക്കലും ഒരു സോളിഡും എന്താകുന്നില്ല? റിജിഡ് ആകുന്നില്ല. എനിക്ക് അവയെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും, കംപ്രസ് ചെയ്യാൻ സാധിക്കും, ബെൻഡ് ചെയ്യാൻ സാധിക്കും. സോ സോളിഡ്സ് എന്തല്ല? പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. വെരി വെരി ഇമ്പോർട്ടന്റ്. സോളിഡ്സ് എന്തല്ല? പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. പക്ഷേ പെർഫെക്റ്റ്ലി റിജിഡ് ആണെന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ലോസ് ഓഫ് മോഷനും വർക്ക് പവർ എനർജിയും തുടങ്ങിയ പാഠങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അവയെ നമ്മൾ മെക്കാനിക്സ് എന്ന് പറയും. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സോളിഡിന് എന്ത് ബിഹേവിയർ ഉണ്ട്? എലാസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. കാരണം എന്താ? ഒരു സോളിഡും റിജിഡ് അല്ല. കാരണം റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഉള്ള സാധനം. ഞാൻ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഷേപ്പിനോ സൈസിനോ വോളിയത്തിനോ ഒന്നും ഒരു മാറ്റം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പറയുന്ന വോളില് ഞാൻ എന്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്? ഞാൻ ഒരു ലോഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എത്ര ലോഡ് അപ്ലൈ ചെയ്താലും ഈ പറയുന്ന വോളിന് യാതൊരു ചേഞ്ചും ഉണ്ടാകില്ല. സോ എന്റെ പെർസ്പെക്റ്റീവിൽ ഇത് എന്താണെന്ന് പറയാം? റിജിഡ് സ്ട്രക്ചർ ആണെന്ന് പറയാം. പക്ഷേ ഞാൻ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചാൽ എന്തായാലും ഇതുപോലെ ഇടിയും. സോ റിജിഡ് എന്ന് പറയുന്ന സാധനം ബേസ്ഡ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് പറയാം. സോ നമ്മൾ എന്താ പറയുന്നത്? ഒരു സോളിഡും എന്തല്ല? പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. അതിന് ഡെഫിനിറ്റ് ഷേപ്പും സൈസും എന്താ ഉണ്ടെങ്കിൽ പോലും അവയെ എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും, അവയെ കംപ്രസ് ചെയ്യാൻ സാധിക്കും, അവയെ ബെൻഡ് ചെയ്യാൻ സാധിക്കും. സോ സോളിഡ്സ് എന്തല്ല? പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് എലാസ്റ്റിസിറ്റി? എലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വസ്തു എടുത്താൽ പോലും നമ്മളൊരു മനുഷ്യനെ താരതമ്യം ചെയ്ത് പറയാം. നമ്മളിൽ പുറമേ നിന്ന് കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ് എന്ന് വിചാരിക്കുക. കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവയെ റെസിസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ മാനസികമായി നമ്മുടെ പിരിമുറുക്കങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇന്റേണലി തന്നെ ഈ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും, അല്ലേ? റെസിസ്റ്റ് ചെയ്ത് ഈ പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്ത് വീണ്ടും ഞാൻ നോർമൽ പൊസിഷനിലേക്ക് എത്തും. സോ ഐ ആം ഇൻ എലാസ്റ്റിക് ഇൻ നേച്ചർ. ഒരു പ്രശ്നം ഉണ്ടാവട്ടെ, കുറച്ച് വലിഞ്ഞു പോയാൽ പോലും തിരിച്ച് വീണ്ടും എനിക്ക് നോർമലിലേക്ക് എത്താൻ സാധിക്കും. ദാറ്റ് ഈസ് എലാസ്റ്റിസിറ്റി. ഇപ്പൊ ഞാൻ ഒരു ബോഡിയിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തു, റബ്ബർ ബാൻഡിൽ ഞാൻ വലിച്ചു നീട്ടി, ഞാൻ ആ ലോഡ് വിട്ട് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് വീണ്ടും തിരികെ പഴയ ആ പൊസിഷനിലെത്തി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറയാം? ആ ബോഡിയുടെ എലാസ്റ്റിസിറ്റി ആണ്. ആ പ്രോപ്പർട്ടിയെ വിളിച്ച പേരാണ് എന്ത്? എലാസ്റ്റിസിറ്റി. ഞാൻ ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോ അത് ഡീഫോം ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറി, സൈസ് മാറി, എല്ലാം ചേഞ്ച് ആയി. പക്ഷേ ഞാൻ ലോഡ് എപ്പോൾ റിമൂവ് ചെയ്തു അപ്പോൾ തന്നെ തിരിച്ച് വീണ്ടും വന്നു, വീണ്ടും പഴയതുപോലെ ആയി. എങ്കിൽ ആ ബോഡിയെ എന്ത് എന്ന് പറയാം? എലാസ്റ്റിക് നേച്ചർ ഉള്ള ബോഡി എന്നും, ആ പ്രോപ്പർട്ടിയെ എലാസ്റ്റിസിറ്റി എന്നും, ആ ഡീഫോർമേഷനെ എലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നും പറയാം. എന്ത് ഡീഫോർമേഷൻ എന്നും പറയാം? എലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നും പറയാം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ബോഡിയിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ സൈസ് മാറി, ഷേപ്പ് മാറി.
എല്ലാം ചേഞ്ച് ആയി. പക്ഷെ എപ്പോഴാണോ ഞാൻ ഫോഴ്സ് റിമൂവ് ചെയ്തത്, അത് വീണ്ടും പഴയ പൊസിഷനിലേക്ക്, പഴയ ഷേപ്പിലേക്ക്, പഴയ സൈസിലേക്ക് റീഗെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ബോഡിയെ എലാസ്റ്റിക് ബോഡി എന്ന് പറയാം. ആ ഡീഫോർമേഷനെ എലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയാം. എപ്പോഴും മനസ്സിലാക്കുക, സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു എലാസ്റ്റിക് ബോഡിയാണ്. സ്റ്റീൽ എന്ത് ബോഡിയാണ്? എലാസ്റ്റിക് ബോഡിയാണ്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഹ്യൂമൻ ബീങ്സും കാണിക്കാറുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മാനസികമായി പുറകോട്ട് പോയാൽ പോലും ഇതെല്ലാം ഓവർകം ചെയ്ത് വീണ്ടും പഴയതുപോലെയാകും. സോ വി ആർ ഓൾസോ എലാസ്റ്റിക് ഇൻ നേച്ചർ. ഓക്കെ, അടുത്ത പോയിന്റ്, അടുത്ത പറഞ്ഞ കാര്യം എന്താണ്? പ്ലാസ്റ്റിസിറ്റി. ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്തു, അത് ഡീഫോം ആയാൽ പിന്നെ തിരിച്ചു വരാൻ യാതൊരു താല്പര്യവും ഇല്ല. അത് ഏത് രീതിയിലാണോ ഡീഫോം ആയത്, ആ ഡീഫോം ആയ അവസ്ഥയിൽ തന്നെ തുടർന്നാൽ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. ആ കങ്ങനെ കാണിക്കുന്ന ബോഡീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റിക് ബോഡീസ്. മറക്കരുത്, ഒരു ബോഡി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്, സോളിഡ്സിന്റെ പെർസ്പെക്റ്റീവിൽ. അല്ലാതെ പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറി വരുന്നത് പോളിമേഴ്സ് ആയിരിക്കും. ആ പോളിമേഴ്സ് അല്ല ഞാൻ ഇവിടെ പറയുന്നത്. പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരാൻ അതിന് സാധിച്ചില്ല എങ്കിൽ ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡി എന്നും ആ ഡീഫോർമേഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്നും വിളിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ കുറച്ച് മെഴുകെടുത്ത് വെച്ചു. മെഴുകിൽ ഞാനൊരു നല്ല പഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. എങ്ങനെയാണോ ഞാൻ പഞ്ച് ചെയ്ത ഷേപ്പ് എവിടെ കാണും? ആ മെഴുകിൽ കാണും. വീണ്ടും പഴയതുപോലെ ആകാൻ സാധിക്കുമോ? ആകാൻ സാധിക്കില്ല. സോ വി ക്യാൻ സേ that body is plastic. ആ ബോഡി എന്താണ്? പ്ലാസ്റ്റിക് ആണ് എന്ന് പറയാം. നമ്മൾ പല മോൾഡ് ഉണ്ടാക്കാറുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ, പണ്ട് കാലത്ത് നമ്മൾ ചിരട്ടയിലൊക്കെ മണ്ണ് കുഴച്ച് വെച്ചതിന് ശേഷം എങ്ങനെയാണ് ഞാൻ ചിരട്ട എടുക്കുമ്പോൾ എങ്ങനെയാണോ ആ ചിരട്ട വെച്ച് അതേ ഷേപ്പിലായിരിക്കും കിട്ടുക. അപ്പോൾ ക്ലേയും വാക്സും എല്ലാം എന്താണെന്ന് പറയാം? പ്ലാസ്റ്റിക് ആണെന്ന് പറയാം. അതിന്റെ പഴയ ഷേപ്പിലേക്ക്, ഒറിജിനൽ ഷേപ്പിലേക്ക് ഡീഫോം ആയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ അവനക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റിക് ബോഡി. സോ കൃത്യമായി മനസ്സിലാക്കുക, എന്താണ് എലാസ്റ്റിക് ബോഡി, എന്താണ് പ്ലാസ്റ്റിക് ബോഡി. ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഡീഫോം ആയി, ലോഡ് റിലീസ് ചെയ്തു, വീണ്ടും പഴയതുപോലെ വന്നു, എലാസ്റ്റിക് ബോഡി. ഞാൻ ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്തു, ബോഡി ഡീഫോം ആയി, ഞാൻ ലോഡ് റിലീസ് ചെയ്തു, പഴയതുപോലെ വന്നില്ല, അതുപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ആയി എങ്കിൽ എന്ത് ബോഡി? പ്ലാസ്റ്റിക് ബോഡി. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര് പ്ലാസ്റ്റിസിറ്റി. ഈ ഒരു കാര്യം കൃത്യമായി ധാരണയിൽ ഉണ്ടാകണം. ഓക്കെ, വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പറയാമെന്ന കാര്യം സ്ട്രെസ്. വളരെ സുന്ദരമായ കാര്യമാണ്, വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഫസ്റ്റ് ഇയറിൽ ഈ പഠിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എന്നൊരു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഇയർ വരെയും ഈ ഒരു വാക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ ബേസ് നമ്മൾ തുടങ്ങുന്നത് +1 ശ്രദ്ധിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഞാനൊരു മനുഷ്യനാണ്. ഓക്കെ, എക്സ്റ്റേണലി പല ഫാക്ടേഴ്സ് ഉണ്ട്. എന്നെ മെന്റലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒട്ടേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് കാരണം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ മാനസിക അവസ്ഥ ഇപ്പോൾ ശരിയല്ല, ഞാൻ സ്ട്രെസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ പുറമേ ഉള്ള ഫാക്ടേഴ്സ് കാരണം എനിക്കകത്തുണ്ടായ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ സ്വന്തമായിട്ടുണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് എന്തിന് കാരണമാകുന്നത്? നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകുന്നത്. ദീസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഈ പുറമേ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എനിക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എങ്കിൽ ഐ എം നോട്ട് സ്ട്രെസ്ഡ്. പുറമേ 100 കണക്കിന് പ്രശ്നം ഉണ്ടായി, ഒരു സൈഡിൽ നിന്ന് അമ്മ ചീത്ത വിളിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് അച്ഛൻ വഴക്ക് പറയുന്നു, പഠിക്കാൻ പറയുന്നു, ഒരു സൈഡിൽ നിന്ന് ഭർത്താവ് കുറ്റം പറയുന്നു, ഇങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല, എനിക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ലാത്തൊരു സുന്ദരമായ സാഹചര്യം. പക്ഷേ എപ്പോഴാണോ പുറമേ ഉള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, there will be a resistive force created inside me that causes the stress. അത് എനിക്ക് എന്തുണ്ടാക്കും? ഒരു സ്ട്രെസ്ഡ് ആയ സാഹചര്യം ഉണ്ടാവും. നമ്മൾ പറയും ഈ ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ കളയുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തുണ്ടാകില്ല? സ്ട്രെസ് ഉണ്ടാകില്ല എന്ന് പറയും. അപ്പോൾ ഇതാ സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? എക്സ്റ്റേണലി ഞാനൊരു ബോഡിയിലേക്ക് ലോഡ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോഡി ഞാൻ കൺസിഡർ ചെയ്തു, ഈ ബോഡിയിലേക്ക് ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡി ഈ ലോഡിനെതിരെ, ഞാൻ കൊടുക്കുന്ന ബലത്തിനെതിരെ ഇതൊരു ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ്
ഉണ്ടാക്കും. ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ്. ഈ ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയയെ ഞാൻ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. ദിസ് ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയയെ ഞാൻ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സുന്ദരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും നമ്മൾ ഒരു മെഷീൻ ആയിക്കോട്ടെ, ആ മെഷീനിൽ പല തരത്തിലുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മെഷീൻ എപ്പോഴും ഏത് സാഹചര്യത്തിലായിരിക്കും? സ്ട്രെസ്ഡ് സാഹചര്യത്തിലായിരിക്കും. ആ സ്ട്രെസ്സിനെ എങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ചെയ്യുക. നമ്മളൊരു മെഷീൻ ഡിസൈൻ ചെയ്താൽ പോലും ആ മെഷീനിൽ പലതരത്തിലുള്ള ലോഡ് ഉണ്ടാകുമ്പോൾ ആ ലോഡിനെതിരെ എങ്ങനെ ആ ബോഡി അല്ലെങ്കിൽ ആ മെഷീൻ എങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. സ്ട്രെസ് അത് ഇന്റേണലി ഉണ്ടായ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് പെർ യൂണിറ്റ് ഏരിയ. ഓർ ഹിയർ വി ആർ യൂസിങ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരിക്കലും പുറമേ നിന്ന് ആക്ട് ചെയ്യുന്ന സാധനമല്ല എന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ട്. ഞാനൊരു ബോഡി കൺസ്ട്രക്ട് ചെയ്തു, ഈ ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോ ഈ ലോഡിനെതിരെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായി. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ബൈ ഏരിയയെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെസ്. കൃത്യമായി മനസ്സിലാക്കുക, ഡൗട്ട് ഉണ്ടാകരുത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫോഴ്സ് ഞാൻ ലോഡ് അപ്ലൈ ചെയ്തു, ലോഡ് ബൈ ഏരിയ ആണോ? You have to understand that it's a resistive force created within the body per unit area. അതിനെ വിളിച്ച പേരെന്ത്? സ്ട്രെസ്. ഇനി തിരിച്ച്, ഞാൻ ഈ ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്തു, ആ ലോഡ് ബൈ ഏരിയ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, പ്രഷർ. ഞാൻ പ്രഷറൈസ്ഡ് ആയപ്പോൾ ഞാൻ എനിക്ക് എന്തുണ്ടായി? സ്ട്രെസ്ഡ് ആയി. When I am pressurized, I got stressed. പറയാറില്ലേ? സോ നമ്മൾ പുറമേ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലോഡ് ബൈ ഏരിയയെ ഞാൻ വിളിക്കുന്ന പേര് എന്ത്? പ്രഷർ എന്നും, ഞാൻ ആ പ്രഷർ കാരണം ഇന്റേണലി ഉണ്ടായ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയയെ വിളിക്കുന്ന പേര് സ്ട്രെസ് എന്നുമാണ്. കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി. അപ്പൊ രണ്ടും ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. അപ്പൊ രണ്ടും ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. അപ്പൊ യൂണിറ്റ് എന്തോന്നായിരിക്കും? ഫോഴ്സ് ബൈ ഏരിയ എന്ന് ഞാൻ എഴുതി. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ദ യൂണിറ്റ് ഫോർ പ്രഷർ ആസ് വെൽ ആസ് സ്ട്രെസ്. പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് പാസ്കൽ. മറ്റൊരു പേരെന്താ? പാസ്കൽ. മറക്കരുത്, പാസ്കൽ. ഇനി ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാൽ ഡയമെൻഷൻ പറയാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ml(t⁻²). അതിനുശേഷം ഏരിയ എന്ന് പറഞ്ഞ എന്താ? എൽ സ്ക്വയർ. ഡിവൈഡ് ചെയ്തു എന്ത് വരും? ml(-1), ml(-1), t⁻². ml(-1), t⁻². That's the dimension of force by area, which is a dimension of stress ആകാം അല്ലെങ്കിൽ പ്രഷർ ആകാം. സ്ട്രെസ് ആയാലും പ്രഷർ ആയാലും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ml(-1), t⁻². ml(-1), t⁻². കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. It is the resistive force per unit area. ഒരു യൂണിറ്റ് ഏരിയ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ആണത്. When we are pressurized, we got stress. So when we are applying load on a material, ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? സ്ട്രെസ്ഡ് ആകും. കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം യൂണിറ്റ് ഓഫ് സ്ട്രെസ്, dimension of stress. What is that? Is the resistive force per unit. It is not the apply load by area. It is the resistive force per unit area. ഇനി പറയുന്നൊരു കാര്യം വളരെ സുന്ദരമായ കാര്യമാണ്. ഞാൻ എത്രയാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത് അത്രയും തന്നെ എന്തും കാണിക്കും? ഞാൻ റെസിസ്റ്റീവ് ഫോഴ്സും കാണിക്കും. അപ്പോൾ അപ്ലൈഡ് ലോഡും റെസിസ്റ്റീവ് ഫോഴ്സും എന്ത് തന്നെയായിരിക്കും? ഈക്വല് തന്നെ ആയിരിക്കും. കൃത്യമായി മനസ്സിലാക്കുക. എനിക്ക് എന്തുമാത്രം സ്ട്രെസ് ഉണ്ടോ, എത്രമാത്രം പ്രഷറൈസ്ഡ് ആയോ അത്രമാത്രം ഞാൻ സ്ട്രെസ്ഡ് ആവും. അപ്പൊ എന്തുമാത്രം ലോഡ് ഞാൻ എടുക്കുന്നോ അത്രയും തന്നെ ലോഡ് എനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണം. സോ എന്താ പറയുന്നത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓർ ഈക്വൽ ടു ദ റെസിസ്റ്റിംഗ് ലോഡ്. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യം എന്താ? സ്ട്രെസ് എന്ന് പറയുന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ. യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മറ്റൊരു പേരെന്താ? പാസ്കൽ. ഇനി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്ലൈഡ് ലോഡ് ബൈ ഏരിയ. അതിന്റെ യൂണിറ്റ് എന്താ? പാസ്കൽ. ഡയമെൻഷൻ എന്താ? ml(-1), t⁻². സോ അപ്ലൈഡ് ലോഡും റെസിസ്റ്റീവ് ലോഡും ഈക്വൽ ആണെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കേട്ടു നോക്കുക. അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്തൊക്കെ? നമ്മളൊരു സോളിഡ് പറയുമ്പോൾ സോളിഡ്സിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്.
ഒരു സോളിഡിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അതിൽ ഞാൻ ആദ്യം പറയുന്നത് ലീനിയർ സ്ട്രെസ്. ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്തു, കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഞാനൊരു ബോഡി കൺസിഡർ ചെയ്തു, ഇതാണ് നിന്റെ ആക്സിസ്. ഈ ആക്സിസിന് പാരലായി ഞാൻ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും? നീളത്തിന് ചേഞ്ച് ഉണ്ടാകും. അപ്പോ ഒരു ബോഡിയിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോ അവിടെ നീളത്തിന് ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഉണ്ടായ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ്. അവിടെ ഞാൻ കൺസിഡർ ചെയ്യേണ്ട ഏരിയ, ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും, ആ സെക്ഷന്റെ ഏരിയ ആണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. അതിനകത്തൊരു റീജിയൻ കട്ട്, ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ക്വയർ സാധനം എന്ന് വിചാരിക്കുക, ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഏരിയ കിട്ടില്ലേ, അതാണ് അവിടുത്തെ ഏരിയ. അപ്പോൾ ഒരു സ്ട്രെസ് കാരണം ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുകയാണ് എങ്കിൽ ആ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ലീനിയർ സ്ട്രെസ്. മറക്കരുത്, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത്. എന്താ? ഇൻക്രീസ് ഇൻ ലെങ്ത്. ഞാൻ ഈ സാധനം എടുത്തു, രണ്ട് സൈഡിലും അതിന്റെ ആക്സിസിന്റെ രണ്ട് സൈഡിലും രണ്ട് കയറ് കെട്ടി വലിച്ചു, നീളം കൂടി, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. എന്ത് പറയാം? ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ലോഡിനെ ഞാൻ ടെൻസൈൽ ലോഡ് എന്ന് പറയും, അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയും. സോ ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന സ്ട്രെസ് ആണ് എന്ത് സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെസ്. എന്ത് ഫോഴ്സ് ഉണ്ടാക്കുന്ന സ്ട്രെസ്? ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന സ്ട്രെസ് ആണ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ടെൻസൈൽ ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന സ്ട്രെസ് എന്താ? ടെൻസൈൽ സ്ട്രെസ്. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പറയുന്നത് ബൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്നും പറയാം. ഇനി എന്താ അപ്ലൈ ചെയ്തത്? ഞാനൊരു വലിയ ഒരു ബലൂൺ വെച്ച് വിചാരിക്കുക, ആ ബലൂണിന്റെ 4 സൈഡിൽ നിന്ന് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തതാണ്, ബലൂണിന്റെ ഏരിയ കുറയും, സോ അല്ലെങ്കിൽ വോളിയം കുറയും. അതിനെ വിളിക്കുന്ന പേരെന്ത്? വോളിയം സ്ട്രെസ്. എന്ത് വിളിക്കാം? വോളിയം സ്ട്രെസ്. അത് കഴിഞ്ഞ് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ബുക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇതൊരു ബുക്കാണ് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ പറയുന്ന ബുക്കിന് പാരലായിട്ട് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാം ഇതാണ് ബുക്കാണെന്ന് അറിയാം, ഞാൻ ഈ പറയുന്ന ബുക്കിന് ഇപ്പം ലെയർ ആയിട്ടുള്ള സോളിഡാണ്, ഞാൻ ഈ പറയുന്ന ബുക്കിന് സർഫസിന് പാരലായിട്ട് ലോഡ് അപ്ലൈ ചെയ്ത് എനിക്കറിയാം ഈ ബുക്ക് ഇങ്ങനെ തെന്നിപ്പോവും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താ? ഷിയർ. ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്ന സാധനം. നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് ടാൻജൻഷ്യലി സർഫസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് എന്ത്? ഷിയർ സ്ട്രെസ്. മറക്കരുത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ പാരലായിട്ട് ആക്ട് ചെയ്ത എന്താ? ലീനിയർ സ്ട്രെസ് എന്ന് പറയാറുണ്ട്. വോളിയത്തിനുണ്ടായ ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ സ്ട്രെസ് എന്താ? വോളിയം സ്ട്രെസ് എന്ന് പറയാറുണ്ട്. ഒരു ഏരിയക്ക് പാരലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യും, അപ്പോൾ ഉണ്ടായ സ്ട്രെസ് എന്താ? ഷിയറിംഗ് സ്ട്രെസ്. മറക്കരുത്, ഒരു ഏരിയക്ക് പാരലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യും, അതിനെ വിളിക്കുന്ന പേരെന്താ? ഷിയറിംഗ് സ്ട്രെസ്. ഈ പറയുന്ന ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന വാക്കിന് വീണ്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്ലൂയിഡ് എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ അതിലെല്ലാ ഇപ്പോഴും ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ പറയും അവിടെ ആക്ട് ചെയ്യുന്ന എന്ത് സ്ട്രെസ് ആണ്? ഷിയറിംഗ് സ്ട്രെസ് ആണെന്ന് പറയും. കൃത്യമായി ഓർത്തിരിക്കുക, ഒരു ഫ്ലൂയിഡിൽ എല്ലാ ഇപ്പോഴും ഷേപ്പ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ആകുന്ന ഏത് സ്ട്രെസ് കാരണമാ? ഷിയറിംഗ് സ്ട്രെസ് കാരണമാ. മറക്കരുത്. വോളിയം ചേഞ്ച്, ബൾക്ക് സ്ട്രെസ്, ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാക്കുന്ന സ്ട്രെസ്, ലീനിയർ സ്ട്രെസ്, ഒരു ടാൻജൻഷ്യലി ഫോഴ്സ് കാരണം ഷേപ്പ് ഉണ്ടാക്കുന്ന സ്ട്രെസ്, ഷേപ്പ് ചേഞ്ച് ഉണ്ടാക്കുന്ന സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യം സ്ട്രെയിൻ എന്താണെന്നുള്ള കാര്യമാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പി കൺസിഡർ ചെയ്തു, ഒരു റോഡ് കൺസിഡർ ചെയ്തു. ഇത് ആദ്യം 5 മീറ്റർ നീളം ഉണ്ടായിരുന്നു, ഞാൻ 2 സൈഡിലും പിടിച്ച് വലിച്ചു. സോ അതിന്റെ നീളം 5.25 മീറ്ററായി. സോ 5 മീറ്റർ ഉള്ള സാധനത്തിന്റെ നീളം 5.25 ആയി. സോ അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്നത് 5 ആണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനലിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെയിൻ. നമുക്ക് നോക്കുക, മുകളിലും ലെങ്ത് ആണ്, താഴെയും ലെങ്ത് ആണ്. സോ ഡയമെൻഷനും ഇല്ല, ഇവയ്ക്ക് എന്തുമില്ല? യൂണിറ്റും ഇല്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. സോ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവണം? സ്ട്രെയിൻ ഉണ്ടാകണം.
ആ സ്ട്രെയിന് ഒറിജിനലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ എന്തായി, അതിനെ വിളിക്കുന്ന പേരാ എന്ത്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതിനെ വിളിക്കുന്ന പേരാ എന്തോന്ന്? സ്ട്രെയിൻ. സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, ലീനിയർ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, വോളിയം സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, ഷിയറിംഗ് സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, സ്ട്രെയിൻ എന്താണ് എന്ന് പറഞ്ഞു. വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പറയുന്ന കാര്യം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആക്ട് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധമായി മനസ്സിലാക്കുക, ഇത് L ലെങ്ത് ഉള്ളൊരു ബോഡി ആയിരുന്നു. ആ ബോഡിയിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ലെങ്ത് L പ്ലസ് ഡെൽറ്റ L ആയി മാറി. ആ ഡെൽറ്റ എല്ലിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഇൻ ലെങ്ത്. ഈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ എന്ത് സ്ട്രെയിൻ? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഉണ്ടായ ചേഞ്ച്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ. അടുത്ത വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വോളിയത്തിനുണ്ടായ ചേഞ്ച് ബൈ ഒറിജിനൽ വോളിയം. ഡെൽറ്റ വി ബൈ എന്ത് പറയാം? വി. അതിനെ വിളിക്കുന്ന പേരെന്ത്? വോളിയം സ്ട്രെയിൻ. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അടുത്ത് പറഞ്ഞ നേരം ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ഷേപ്പ് ചേഞ്ച് ചെയ്ത സാഹചര്യമാണ്. അപ്പൊ ഈ ഷേപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായ ഡിഫോർമേഷൻ ഡെൽറ്റ എക്സ് ബൈ എൽ ടാൻ തീറ്റ എന്ന് ഓർത്തിരിക്കുക. എന്തുമാത്രം ഡിഫോർമേഷൻ ഉണ്ടായി? തീറ്റ എന്നൊരു ഡിഫോർമേഷൻ ഉണ്ടായി. സോ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്താ പറയുന്നത്? തീറ്റ എന്നാ പറയുന്നത്. അവിടുത്തെ ഡിഫോർമേഷൻ എന്താ? ഡെൽറ്റ എക്സ്. ഒറിജിനലി എങ്ങനെയായിരുന്നത്? എൽ ആയിരുന്നു. സോ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ. അപ്രോക്സിമേറ്റ്ലി അവിടുത്തെ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാ? തീറ്റയാണ്. ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ ബോഡി. ഓക്കെ. ഒരു ബോഡിക്ക് ഷേപ്പ് ചേഞ്ച് ആയപ്പോൾ അവിടെ ഉണ്ടായ സ്ട്രെയിനെ വിളിക്കുന്ന പേരെന്താ? ഷിയർ സ്ട്രെയിൻ. ഫോർമുല എന്താ? ഡെൽറ്റ എക്സ് ബൈ എൽ അല്ലെങ്കിൽ ടാൻ തീറ്റ. അപ്പോൾ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തവും പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. വളരെ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ഉണ്ടാകില്ല. ശ്രദ്ധിക്കുക. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിച്ച് ഓഫ് ഇറ്റ് tends to regain its original size and shape when the applied force is removed. അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിൻ്റെ ഒറിജിനൽ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര് എന്ത് പറയാം? എന്താണ് നിങ്ങൾക്ക് പറയാമല്ലോ? ഓപ്ഷൻ എ പ്ലാസ്റ്റിസിറ്റി ആണോ, റിജിഡിറ്റി ആണോ, കംപ്രസിബിലിറ്റി ആണോ, എലാസ്റ്റിസിറ്റി ആണോ? സോ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് റീഗെയിൻ ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേര്. റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്ന പേര് പ്ലാസ്റ്റിസിറ്റി. ഡീഫോം ആയതിനു ശേഷം റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അതിനെ വിളിക്കുന്ന പേര് പ്ലാസ്റ്റിസിറ്റി. റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോം ആകുന്നുണ്ടോ? ഡീഫോം ആകുന്നേയില്ല, ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരുന്ന സാഹചര്യം റിജിഡിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് ഇനി വരുന്ന നമ്മൾ ഈ പറയുന്ന കോഎഫിഷ്യൻസ് പറയുന്ന സമയത്ത് കോൺസ്റ്റൻസ്, എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്നൊരു സാധനമുണ്ട്. അത് പറയുമ്പോൾ കംപ്രസിബിലിറ്റി എന്താണെന്ന് വ്യക്തമാകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാ? എലാസ്റ്റിസിറ്റി. രണ്ടാമത്തെ ചോദ്യം, സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി സ്ട്രെച്ച് ടു കോസ് ലാർജ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റിയ സാധനം ബ്രിട്ടിൽ മെറ്റീരിയൽസ്, ഡക്റ്റൈൽ, പ്ലാസ്റ്റിക് അല്ല, എലാസ്റ്റോമേഴ്സ് ആണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ചു മാത്രമേ ലോഡ് അപ്ലൈ ചെയ്യൂ, അപ്പം തന്നെ പൊട്ടിപ്പോകുന്നവയെ പറഞ്ഞവരാണ് ബ്രിട്ടിൽ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം എന്ത് ചെയ്യും? ആദ്യം എലാസ്റ്റിക് ആയിരിക്കും, അതിനുശേഷം കുറച്ച് പ്ലാസ്റ്റിക് റീജിയൻ കാണും, പിന്നെ പൊട്ടിപ്പോകുന്ന വിളിക്കുന്ന പേരാണ് ഡക്റ്റൈൽ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലോഡ് അപ്ലൈ ചെയ്താലും ഡീഫോം ചെയ്തുകൊണ്ടിരിക്കുന്നവ, അത് കുറച്ച് നേരം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഒരു ലാർജ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നവ ആരാണ്? എലാസ്റ്റോമേഴ്സ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷിയറിംഗ് സ്ട്രെയിന് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് ചേഞ്ച് ഡാഷ് ഓഫ് ദ ബോഡി. ലെങ്ത് ചേഞ്ച് ആക്കുന്ന സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് എന്നും, ബ്രെഡ്ത്ത് ചേഞ്ച് ആക്കുക അതും എന്താ പറയാം, നമുക്ക് ലെങ്ത് ചേഞ്ച് ആകുമ്പോൾ ബ്രെഡ്ത്തും ചേഞ്ച് ആകും, സോ അതും ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് തന്നെ വരുന്ന കാര്യമാണ്. ഷേപ്പ് ചേഞ്ച് ആകുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. വോളിയം ചേഞ്ച് ആകുന്ന ആളെ വിളിക്കുന്ന പേര് വോളിമെട്രിക് സ്ട്രെസ്. ഒരു ബോഡിയുടെ
ദ റീസൺ ഫോർ ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് എ റെഗുലർ ബോഡി, ഒരു ബോഡിയുടെ റെഗുലർ ഷേപ്പിന് ചേഞ്ച് ആയി കാരണമാകുന്ന ഫോഴ്സ് സ്ട്രെയിൻ ഏതാണ്? സംശയമില്ല, ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ, ഷിയറിംഗ് സ്ട്രെയിൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആംഗിൾ ഓഫ് ഷിയർ ആണോ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണോ, ഡിഗ്രീസ് ഇൻ വോള്യൂം ആണോ, ഇൻക്രീസ് ഇൻ വോള്യൂം ആണോ? നമുക്കറിയാം ആംഗിൾ ഓഫ് ഷിയർ തീറ്റ, ടാൻ തീറ്റ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഡെൽറ്റ എക്സ് ബൈ ഇ എൽ. ഈ റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരെന്താ? സംശയമില്ല പറയണം, സ്ട്രെസ്. Which of the following substance has the lowest elasticity? ഏറ്റവും കുറവ് എലാസ്റ്റിസിറ്റി കാണിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ സ്റ്റീലാണ്. സ്റ്റീലും എലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. ഇപ്പോൾ ലോവസ്റ്റ് എലാസ്റ്റിസിറ്റി കാണിക്കുന്ന സാധനം ഏതാണ്? സ്റ്റീലാണ്. കോപ്പറും റബ്ബറും വുഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് എലാസ്റ്റിസിറ്റി ഉള്ളത് സ്റ്റീലിനാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട്സ് ദ എലാസ്റ്റിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? ഈ ഹാമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തുക, അനീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂടാക്കി, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബവ് ചൂടാക്കി ഫർണസിൽ വെച്ച് തന്നെ തണുപ്പിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാ അനീലിംഗ്. അതിനകത്തുള്ള ഗ്രെയിനിൻ്റെ സ്ട്രക്ചറും അതിനകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് അനീലിംഗ്. അതും എലാസ്റ്റിസിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇമ്പ്യൂരിറ്റി എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? എലാസ്റ്റിസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഡി. Okay, when forces are applied on a body such that it is still in static equilibrium, then the extent to which the body gets deformed depends upon. ഒരു ബോഡി എന്തുമാത്രം ഡീഫോം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തുമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം ആശ്രയിച്ചിരിക്കും. അത് ആ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും, അല്ലേ? ഇപ്പോൾ ഹ്യൂമൻ ബീങ് ആയാലും ശരി, ഉണ്ടാകുന്ന പ്രശ്നം, ഉണ്ടാകുന്ന എൻ്റെ സ്വഭാവം, ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഡീഫോർമേഷൻ. അതുപോലെ ഏതൊരു മെറ്റീരിയൽ എടുത്താലും ആ മെറ്റീരിയലിൻ്റെ നേച്ചറും അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അത് എന്തുമാത്രം ഡീഫോം ആകാം എന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്യും. സോ സി, both A and B. So what is the phenomenon of temporary delay in regaining the original configuration by an elastic body after the removal of deforming force? ഇത് നമ്മൾ പറയാത്ത കാര്യമാണ്. എലാസ്റ്റിക് ഫോഴ്സ്, ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒറിജിനൽ കോൺഫിഗറേഷനിലേക്ക് എലാസ്റ്റിക് ബോഡി വരുന്നതിന് വേണ്ടി ചെറിയൊരു ഡിലേ ഉണ്ട്. ആ ഡിലേ വിളിക്കുന്ന പേരാണ് എന്ത്? എലാസ്റ്റിക് ആഫ്റ്റർ എഫക്ട്. പറയാത്ത കാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചില സാഹചര്യങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് സ്ട്രെസ് അല്ലാത്ത സാധനം ഇതാ? ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. അപ്പോൾ ചോദിക്കാൻ സാർ കംപ്രസീവ് സ്ട്രെസ് ഒരു സ്ട്രെസ്സാണ്, ഹൈഡ്രോളിക് സ്ട്രെസ് ഒരു സ്ട്രെസ്സാണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കാത്തതുകൊണ്ട് സ്ട്രെസ് ഇല്ല എന്ന് വിചാരിക്കരുത്. ഒരു ബോഡിയുടെ നീളത്തെ കൂട്ടുന്ന സ്ട്രെസ്സിനെ ടെൻസൈൽ സ്ട്രെസ് എന്നും ഒരു ബോഡിയുടെ നീളത്തെ കുറയ്ക്കുന്ന സ്ട്രെസ്സിനെ കംപ്രസീവ് സ്ട്രെസ് എന്നും വിളിക്കാം. വോളിയത്തെ ചേഞ്ച് ആക്കുന്ന സ്ട്രെസ്, വോളിയം ചേഞ്ച് ആകുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ആകുന്ന സ്ട്രെസ് ഹൈഡ്രോളിക് സ്ട്രെസ്. Which of the following type of stresses cause no change in shape? ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന സ്ട്രെസ് ഏതാ? കംപ്രസീവ് സ്ട്രെസ് ലെങ്ത് കുറയ്ക്കും, ഷിയറിംഗ് സ്ട്രെസ് അതിൻ്റെ ഷേപ്പ് മൊത്തത്തിലങ്ങ് മാറ്റും, ഹൈഡ്രോളിക് സ്ട്രെസ് സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കും, വോളിയം മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ ദ ആൻസർ ഈസ് ഹൈഡ്രോളിക് സ്ട്രെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഈസ് പോസിബിൾ ഇൻ കേസ് ഓഫ്? ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? സോളിഡ്സിന് മാത്രമേ പറ്റത്തുള്ളൂ, ഗ്യാസസിനും ലിക്വിഡ്സിനും അത് പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ യൂസ് എലാസ്റ്റിസിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. എലാസ്റ്റിസിറ്റി ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളാരാ? ബി ആണ്, ഇൻവാർ സ്റ്റീൽ ആണ്. ദിസ് ഇസ് എൻ അഡീഷണൽ നോളജ്. ഇൻവാർ സ്റ്റീൽ. ഓക്കെ, എലാസ്റ്റിസിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളാരാ? ഇൻവാർ സ്റ്റീൽ. ഒരു സ്പ്രിങ് ഈ സ്ട്രെസ്ഡ് ബൈ അപ്ലൈയിങ് എ ലോഡ് ടു ഫ്രീ എൻഡ്, ദെൻ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ഇൻ ദ സ്പ്രിങ് ഇസ്. ഞാനൊരു സ്പ്രിങ് എടുത്തു, സ്പ്രിങ്ങിൽ ഫ്രീ എൻഡിൽ ലോഡ് അപ്ലൈ ചെയ്തു, അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംശയമില്ല പറയാം, അത് ലോഞ്ചിറ്റ്യൂഡിലും ഉണ്ട്, ഷേപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിൽ ആൻഡ് ഷിയറും കൂടെ കൺസിഡർ ചെയ്യണം. ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ, സോ ലോഞ്ചിറ്റ്യൂഡിൽ ആൻഡ് ഷിയർ ആയി നമ്മൾ കൺസിഡർ ചെയ്യും. കൃത്യമായി മനസ്സിലാക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സോളിഡ്സ്? സോളിഡ്സിൽ ട്രൂ ആവാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, അത് തന്നെ വന്നില്ലേ ഫസ്റ്റ് കാര്യം. എന്താ അത് ട്രൂ അല്ലാത്ത? ഇറ്റ്സ് ട്രൂ അബൌട്ട്, ട്രൂ ആ ചോദിച്ചേക്കുന്നത്, അത് ട്രൂ ആണോ? അല്ല. ഓൾവേസ് സോളിഡ്സ് ആർ ഓൾവേസ് ഇൻ ദർ ലിക്വിഡ് സ്റ്റേറ്റ്, ട്രൂ ആണോ? അല്ല. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം, which of the following term describes the property of a solid body to regain its original size and shape when the applied force is removed? applied force റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര് എലാസ്റ്റിസിറ്റി. നേരത്തെ പറഞ്ഞിരുന്നു. ഇനി
Which type of solid body has a tendency to regain its original shape and is considered elastic? ഇതിൽ ഏതാണ് elastic ആയിട്ട് കൺസിഡർ ചെയ്യുക? അമോഫസ് ബോഡി ആണോ, പ്ലാസ്റ്റിക് ബോഡി ആണോ, ക്ലേ ബോഡി ആണോ, എലാസ്റ്റിക് ബോഡി ആണോ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുക? എലാസ്റ്റിക് ബോഡിയാണ്. What is the property called when a solid gets permanently deformed and does not regains its original shape? എന്താണ് ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര്? ഒരു സോളിഡ് പെർമനന്റ്ലി ഡീഫോം ആവുകയും അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റിസിറ്റി. എന്ത് വിളിക്കാം? പ്ലാസ്റ്റിസിറ്റി. അടുത്ത ചോദ്യം. പിന്നെ elastic body is subject to a deforming force. ഒരു elastic ബോഡിയിൽ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ ഫോഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ഫോഴ്സ് ആണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് അപ്ലൈഡ് ടു ബോഡി ആണോ, ഡിഫോർമേഷൻ കോസ്ഡ് ബൈ ഫോഴ്സ് ആണോ, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണോ? ഇതിൽ ഏതാണ് വാട്ട് ഈസ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ്? ദ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ അപ്ലൈഡ് ഫോഴ്സ് ചേഞ്ചസ് ദ ലെങ്ത് ഓഫ് ദ ബോഡി? ഒരു ബോഡിയുടെ ലെങ്ത്തിനെ ചേഞ്ച് ചെയ്യുന്ന സാധനത്തിന്റെ പേരെന്താ? ലീനിയർ സ്ട്രെസ്. പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി വോളിയത്തെ ചേഞ്ച് ആക്കുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരെന്താ? വോളിയം സ്ട്രെസ്. പറഞ്ഞ കാര്യമാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനെ വിളിക്കുന്ന പേര് സ്ട്രെസ് ആണോ, എലാസ്റ്റിറ്റി ആണോ, സ്ട്രെയിൻ ആണോ, പ്ലാസ്റ്റിറ്റി ആണോ? അതിനെ വിളിക്കുന്ന പേരെന്ത്? സ്ട്രെയിൻ എന്നാണ്. Which type of strain is produced when the deforming force changes the length of the body? ഒരു ഏത് തരത്തിലുള്ള സ്ട്രെയിനാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സാ. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായപ്പോൾ ഉണ്ടായ സ്ട്രെസ് എന്താ? ടെൻസൈൽ സ്ട്രെസ്സാ. ടെൻസൈൽ സ്ട്രെസ് കാരണം ഉണ്ടായ സ്ട്രെയിൻ എന്താ? ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റിയർ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. കൃത്യമായി തന്നെ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുക, കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായി ചോദിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ലെങ്ത് കൂട്ടിയാൽ ലീനിയർ സ്ട്രെസ്, ലെങ്ത് കൂട്ടുമ്പോൾ ആ ബോഡിയിൽ ഇൻഡ്യൂസ്ഡ് ആകുന്ന സ്ട്രെസ് ലീനിയർ സ്ട്രെസ്. വോളിയത്തിന് ചേഞ്ച് ആകുമ്പോൾ ആ ബോഡിയിൽ ഇൻഡ്യൂസ്ഡ് ആകുന്ന സ്ട്രെസ് വോളിയം സ്ട്രെസ്. ഷേപ്പ് ചേഞ്ച് ആകുമ്പോൾ ആ ബോഡിയിൽ ഇൻഡ്യൂസ്ഡ് ആകുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ്. ഇനി ഒരു ബോഡിയുടെ ഒറിജിനലായ ഡയമെൻഷനിൽ നിന്ന് എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അതിനെ വിളിക്കുന്ന പേര് സ്ട്രെയിൻ. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് കാരണമുണ്ടായ സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെയിൻ, വോളിയം സ്ട്രെസ് കാരണമുണ്ടായ സ്ട്രെയിൻ വോള്യൂമെട്രിക് സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെസ് കാരണമുണ്ടായ സ്ട്രെയിൻ ഷിയറിംഗ് സ്ട്രെയിൻ. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. കൃത്യമായി നോക്ക്, ഇത് ബേസ് ആണ്. അടുത്ത ക്ലാസ്സിൽ എലാസ്റ്റിക്, ഹുക്സ് ലോ എന്താണ്, മോഡുലസ് ഓഫ് എലാസ്റ്റിക് എന്താണ്, നമുക്ക് ആ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.